നമ്മൾ ഈ ചെറിയ ഷെഡ്യൂളിലാണ് ഷൂട്ട് ചെയ്തത്. പിന്നെ മൾട്ടിപ്പിൾ ലൊക്കേഷൻസ് ഉണ്ട്, 10-40ഓളം ആർട്ടിസ്റ്റുകളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏർലി മോർണിംഗ് തുടങ്ങും, ലേറ്റ് നൈറ്റ് വരെ ഷൂട്ട് കാണും. അപ്പൊ ഈ കറക്റ്റ് ടൈമിൽ എല്ലാരെയും എത്തിക്കുക എന്നുള്ളൊരു വലിയ ചലഞ്ചാണ്. ലേറ്റ് ആയിട്ട് പോകുന്നവര് പിറ്റേന്ന് രാവിലെ ഉണരുക, അവരെ പിക്ക് ചെയ്ത് എത്തിക്കുക, നമ്മൾ 6:30 ആ ടൈമിലൊക്കെ എത്തിക്കുക എന്നുള്ളത് വലിയൊരു പ്രഷറായിരുന്നു. ഇങ്ങനെ നൈറ്റ് വിളിച്ചോണ്ടിരിക്കും, അലാറം അത് ഇത് ഫോൺ ഓഫ് ആക്കാൻ പറക്കില്ല. ഇങ്ങനെ എല്ലാരും ഫോളോ അപ്പ് ചെയ്യുന്നത് ഒരു ബുദ്ധിമുട്ടായിരുന്നു. രാവിലെ വന്ന സമയത്താണെങ്കിൽ ഞാൻ എന്നോട് പറഞ്ഞു എന്റെ മുഖത്ത് ഭയങ്കര സീരിയസ് ഉണ്ടെങ്കിലും ഇപ്പൊ കോള് വിളിക്കും ഭയങ്കര അങ്ങനെയാണ് ചോദ്യം. ഓഡീഷനിലെ ഏറ്റവും ലാസ്റ്റ് ചെയ്തത് ജ്യേഷ്ഠനെയാണ്. പുള്ളിക്കാരൻ ഒരു സീൻ കൊടുത്തു, ഒരു ഇമോഷണൽ സീനാണ് കൊടുത്തത്. പുള്ളി ഒരു കരയുന്ന ഒരു സീനായിരുന്നു കൊടുത്തത്. പുള്ളി ആ റൂം ഫുള്ള് ഓടി വന്നെന്ന് കരഞ്ഞത്. തറയിൽ നമ്മള് മതി നിർത്തുന്നില്ല, തറയിൽ ഉരുണ്ട് കിടന്ന് കരയുന്നത്. ഇത്ര വലിയൊരു ലെങ്തി ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ക്രൂ ചെയ്യുന്നത്. പിന്നെ ഇത് പറഞ്ഞ പോലെ ഷോർട്ട് ഷെഡ്യൂളാണ്. പിന്നെ ഈ പറഞ്ഞ പോലത്തെ അങ്ങനത്തെ കുറേ സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഷൂട്ടിൻ്റെ കാര്യത്തിൽ പല ടൈമിലും ചേഞ്ചസ് വരും, പെട്ടെന്നുള്ള ചേഞ്ചസ് വരും, നമുക്ക് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ പുള്ളി എപ്പോഴും അതിൽ നിന്ന് മൈൻഡ് ഔട്ട് ആവാതെ ഫോക്കസ്ഡ് ആയിട്ട് ഫുള്ളി കൂളായിട്ട് ചെയ്തു. ഒരുപാട് സീരീസ് ഞാനിപ്പോൾ മുമ്പ് കണ്ടിട്ടുണ്ട്. അപ്പം അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. നമ്മുടെ ഈ സ്റ്റോറി സൈഡിൽ നിന്ന് പോയപ്പോഴും പുള്ളിയുടെ സൈഡിൽ നിന്ന് ഇന്നോവേറ്റീവ് ആയിട്ട് പുതിയതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മാനർസത്തിൽ എന്ത് ചെയ്യാൻ പറ്റും എന്ന് അങ്ങനെ റിസർച്ച് ചെയ്ത് ചെയ്യുന്ന ഒരു പുള്ളിക്കാരനാണ്. നമ്മളെ ഈ ഷെഡ്യൂൾ എല്ലാം പിടിക്കുമ്പോൾ നൈറ്റ് ഉറക്കത്തിലാണെങ്കിലും പുള്ളി വിളിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് നെക്സ്റ്റ് ഷോട്ട് കറക്റ്റ് കണ്ടിന്യൂവേഷൻ അത് ഫോളോ ചെയ്ത് പോകുന്ന, അങ്ങനെ ഒരു ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പോലീസ് ക്യാരക്ടറാണ്. എനിക്ക് തോന്നുന്നു ത്രില്ലറൊക്കെ കുറച്ച് സീരിയസ് ക്യാരക്ടറാണോ ഇത്? സീരിയസ് ക്യാരക്ടർ, ആ ഒരു പാറ്റേൺ തന്നെ. ഫൺ ടൈം അങ്ങനെയൊന്നും അല്ല, പോലീസുകാരൻ അങ്ങനെ തന്നെയാണ്. ഇമോഷൻസ് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. ഒരുപാട് വലിയ നമ്മൾ ഹാപ്പനിങ്സ് ഒരുപാട് പ്രതീക്ഷിച്ചതിനേക്കാളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഫുൾ കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ ഇമോഷൻ കണക്ട് ചെയ്ത് അതിൻ്റെ ഒരു മൂഡിൽ കാണാൻ പറ്റുന്ന ഒരു നല്ല വർക്ക് തന്നെയാണ്.